ഇനി അല്പസമയം മാത്രം. ജലമാമാങ്കം. പുന്നമടക്കായല് ജലമാമാങ്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. കിഴക്കിന്റെ വെനീസിൽ ഇന്ന് ജലോത്സവ മേളപ്പെരുക്കമാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അല്പസമയത്തിനകം ആരംഭിക്കും. പുന്നമടക്കായലിലാണ് മത്സരം നടക്കുക. രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെയാകും തുടക്കം. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങൾ പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങും. വൈകുന്നേരം 4-ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കും. പുന്നമടയിൽ ആവേശ പോരാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനൻ ടിവിയും സജ്ജമായി കഴിഞ്ഞു. ഫിനിഷിംഗ് പോയിന്റിന് സമീപം നിന്ന് സുധീഷ് ഗോപാൽ, അരുൺ കൊടുങ്ങൂർ എന്നിവർ ഇപ്പോൾ ചേരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എം മനോജ്, ഒപ്പം മിഥുൻ അയ്യപ്പനും. വള്ളംകളിയുടെ ആവേശം ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ക്യാമറ സംഘവും തയ്യാറാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്കും സുധീഷ് ഗോപാലിലേക്കും നമസ്തേ, സ്വാഗതം. അരങ്ങൊരുങ്ങിയോ, ഓളങ്ങൾ ഒരുങ്ങിയോ ജലമാമാങ്കത്തിന്? അരുൺ, സുധീഷ്. ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചോളം, അതോടൊപ്പം തന്നെ വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായ, ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ഹൃദയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസത്തിലേക്ക് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കുട്ടനാടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു ദിവസം തന്നെയാണ്. എന്തായാലും ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ മത്സരമൊക്കെ നോക്കുമ്പോൾ ഇഞ്ചോടി ഒരേപോലെ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം വിയ്യപുരം ചുണ്ടനെ തോൽപ്പിച്ചുകൊണ്ട് കാരിച്ചാൽ ചുണ്ടനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയതീരത്ത് എത്തിച്ചത്. അതിൻ്റെ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു. നിയമപരമായ തർക്കങ്ങളിലാണ് ഇപ്പോഴും. എന്നാൽ ഒരു ചെറിയ വ്യത്യാസത്തിനെങ്കിലും കാരിച്ചാൽ ചുണ്ടനാണ് വിജയിച്ചതെന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തു തന്നെയായാലും വലിയ വാശി, കഴിഞ്ഞ തവണത്തേതിലും വലിയ വാശിയാണ് ഇത്തവണ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കപ്പ് തിരിച്ചു പിടിക്കുക എന്ന വിയ്യപുരം ചുണ്ടനായിരുന്നു 2023 വിജയിച്ചത്. ആ കപ്പ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ തവണ നടത്തിയ പോരാട്ടം വിഫലമായെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കാനാണ് വിയ്യപുരം ചുണ്ടനൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി എത്തുന്നത്. ഇത് ഏറ്റവും ഈ ആവേശം നിറയുന്ന ഒരു ഹീറ്റ്സ് എന്ന് പറയുന്നത് 3ാം ഹീറ്റ്സാണ്. അതിൽ ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കുന്ന 2 ചുണ്ടൻ വള്ളങ്ങൾ, അത് ഒന്ന് പള്ളാത്തുരുത്തി തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ, അതോടൊപ്പം തന്നെ UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടൻ. ഇത് രണ്ടും ഒരേ ഹീറ്റ്സിൽ വരുമ്പോൾ അതൊരു വലിയ മത്സരം തന്നെയാകും. ഇപ്പോൾ അരുണും നേരത്തെയും നെഹ്റു ട്രോഫി നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ ഒരു ആവേശം അത് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനത്തോടെയാണ് എത്തുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ എല്ലാ ഒരു ഫലം അറിയുകയാണ്. എന്തെങ്കിലും പ്രവചനമുണ്ടോ അരുണിന്? നിലവിലില്ല. എന്തായാലും കഴിഞ്ഞ തവണ നമ്മൾ കുറെ പ്രവചിച്ചിരുന്നു, പക്ഷെ കുറെ ട്രോളുകൾ ഏറ്റുവാങ്ങി ഇത്തവണ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിരുന്നില്ല. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ കരകളുടെയും ആവേശം, അതോടൊപ്പം തന്നെ അഭിമാനം. ആ കരകൾക്ക് വേണ്ടിയിട്ട് ചുണ്ടൻ സ്വന്തം കരയെന്ന് ഉള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ജലമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഏറ്റവും അവരുടെ ഒരു അഭിമാനമായി തന്നെ അവർ നേരിട്ട് ഇറക്കിക്കൊണ്ട് ആ ആവേശം വാനോളം ഉയർക്കുന്ന ഒരു സംവിധാനം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ മറ്റ് സ്ഥിരം കളിച്ചു വരുന്ന ടീമുകളുടെ അതേ രീതിയിൽ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനം, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പ്രൊഫഷണൽ തുഴച്ചിൽക്കാരായിട്ടുള്ള 25 പേരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാരിച്ചാൽ ചുണ്ടൻ വരുന്നത്. അതുപോലെയാണ് ഓരോ ടീമും ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ഇതൊക്കെ തന്നെ ഈ പരിശീലനം ഇടയ്ക്ക് ഈ ചുണ്ടനിൽ നിർത്തി മറ്റ് ചെറുവള്ളങ്ങളിലോ മറ്റ് ഒരു താൽക്കാലികമായി വാടകയ്ക്കെടുക്കുന്ന മറ്റൊരു ചുണ്ടൻ വള്ളത്തിലോ തുഴഞ്ഞുകൊണ്ട് ഈ വള്ളത്തിലും ഈ പരിശീലനം പോലെ തന്നെ കായിക താരങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നു അതുപോലെ തന്നെ ഈ ചുണ്ടൻ വള്ളത്തിനും വലിയ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ആ ഒരുക്കത്തോടെയാണ് ഇന്ന് ചുണ്ടൻ വീണ്ടും നീറ്റിലിറക്കി പുന്നമടയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 11 മണിയോടൊക്കെ ചുണ്ടൻ വള്ളങ്ങൾ ഇവിടേക്ക് വന്ന് തുടങ്ങുന്നത്. ആ സമയം മുതൽ തന്നെ വള്ളംകളിയുടെ ആവേശം, നമ്മൾ ഈ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് പോലും ഒന്ന് എത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വള്ളംകളി കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഇരുകരകളിലും. ഇതിനോടൊപ്പം നമ്മൾ പറയേണ്ടതുണ്ട്, ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല ഈ ചെറുവള്ളങ്ങളിലെ മത്സരവും ഭയങ്കര ആവേശം നിറയുന്നതാണ്. പ്രത്യേകിച്ച് ഇരുട്ടുകുത്തി, വെപ്പ്, അതോടൊപ്പം തന്നെ ചുരുളൻ വള്ളമൊക്കെ വലിയ രീതിയിൽ ആവേശം പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ആ വള്ളങ്ങളിലും നടക്കുന്നത്. ഇരുട്ടുകുത്തിയിൽ മാത്രം 3 വിഭാഗങ്ങളിലാണ്. ഇരുട്ടുകുത്തി A, B, C ഗ്രേഡ് ഉണ്ട്. ആ വിഭാഗത്തിൽ മാത്രം 37 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകതയാണ് തെക്കനോടി വള്ളം, അതിൽ സ്ത്രീകളാണ് തുഴയുന്നത്. അവരുടേതും 4 ചുണ്ടൻ വള്ളങ്ങൾ, 4 തെക്കനോടി വള്ളങ്ങളുണ്ട്. അപ്പോൾ അവരിലും വലിയ ആവേശമാണ്. അവരും കൃത്യമായ പരിശീലനത്തോടെയൊക്കെ എത്തുന്നു. ഈ ചുണ്ടൻ
ചുണ്ടൻ വള്ളങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം മൊത്തത്തിൽ വാർത്തകളിലും മറ്റും കിട്ടുന്നില്ല. വെള്ളിക്കപ്പ് ചുണ്ടനാണ്. എന്നിരുന്നാൽ പോലും ഈ ചെറുവള്ളങ്ങളും എല്ലാം ചേരുമ്പോഴാണ് നെഹ്റു ട്രോഫി ആവുന്നത്. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഇത്രയും ചുരുങ്ങിയ ഒരു സമയം, ഇപ്പോൾ ഇന്ന് രാവിലെ 11-ന് ആരംഭിക്കുന്ന വള്ളംകളി അത് വൈകിട്ട് 5 മണിയോടെ പൂർത്തിയാക്കുന്നതാണ് ആ ഷെഡ്യൂള്. ആ സമയത്തിനുള്ളിൽ 75 കളിവള്ളങ്ങളിലായി ഏതാണ്ട് 4000-ലധികം പേർ മത്സരിക്കുന്നു. അങ്ങനെ ഇത്രയും ജനപങ്കാളിത്തമുള്ള കായിക താരങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാകുന്ന ഒരു കായിക മേള വേറെ ലോകത്തെവിടെയും കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് പോലും. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് കൂടി പറയുകയാണെങ്കിൽ ഇന്ന് ആരൊക്കെയാണ് പ്രധാന വിശിഷ്ടാതിഥി? അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ഇടപെട്ട് കൃത്യമായി കാലങ്ങളായുള്ള ഒരു വള്ളപ്രേമികളുടെയും ഈ കരകളുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യമായ എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇടപെട്ടുകൊണ്ട് ആ ഒരു സഹായം കൂടി എത്തിയിരിക്കുകയല്ലേ? അതിന് വലിയൊരു സ്വീകാര്യത തന്നെയാണ് കിട്ടി. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോഴും ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടില്ല. കസേരകൾ പിടിച്ചിടണം, അത്തരം കാര്യങ്ങൾ. ഒരു സ്ഥിരം സംവിധാനം ഈ നെഹ്റു ട്രോഫി പവലിയനുമായി ബന്ധപ്പെട്ട് ഈ പുന്നമടയിൽ ഇല്ല. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഈ നെഹ്റു ട്രോഫിയുടെ ഡേറ്റ് തീരുമാനിച്ച് ഏതാണ്ട് 3-4 ദിവസം മുമ്പ് തുടങ്ങി ആ രീതിയിൽ പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് തന്നെ എല്ലാ പ്രാവശ്യവും നമ്മളിത് കാണുന്നതാണ്. അതിനൊരു ശാശ്വത സംവിധാനം. മഴ പെയ്ത ഇവിടെ തന്നെ ഈ 10,000 രൂപയുടെയൊക്കെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന പലരും നനയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല. അത്രയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത്രയേറെ പ്രശസ്തിയും പേരും എല്ലാം പറയുമ്പോഴും അതിനൊന്നും വേണ്ട ഒരു പരിഗണന സത്യത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോൾ എന്തായാലും സഹായം, അതും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കിട്ടിയിരിക്കുന്നു. അതിന് വലിയ ഒരു സ്വീകാര്യതയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സിംബാബ്വേയിൽ നിന്നുള്ള ഒരു ഇന്ത്യക്കാരനായ ഒരു മന്ത്രിയും സിംബാബ്വേയിലെ മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാന മന്ത്രിമാരുണ്ട്. സുരേഷ് ഗോപി എത്തിച്ചേർന്നേക്കുമെന്ന് പറയുന്നു. എന്നാൽ അതിലൊരു നിതിൻ ഗഡ്കരിയുടെ വരെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായതായി ഇന്നലെ വൈകിട്ട്. ശരി, സുധീഷ് ഗോപാൽ, അരുൺ കൊടുങ്ങൂർ, മറ്റ് റിപ്പോർട്ടർമാർ മനോജ്, മിഥുൻ, നിങ്ങളിലേക്ക് തിരികെ എത്താം.